ഹായ് ഓൾ, വെൽക്കം ടു സ്പോർട്സ് ഓഫ് പാല. ഞാനിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒത്തിരി ആളുകൾ വരുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ഗെയിം കുറച്ചും കൂടി ബെറ്റർ ആകുവാൻ, കുറച്ചും കൂടെ നല്ല രീതിയിൽ അവർക്ക് കളിക്കുവാൻ വേണ്ടി റാക്കറ്റ് സജസ്റ്റ് ചെയ്യാവുന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്കും നമുക്ക് 100% പെർഫെക്ഷൻ എന്ന് പറയത്തക്ക രീതിയിൽ ഒരു റാക്കറ്റ് സജസ്റ്റ് ചെയ്യുക സാധ്യമല്ല. എങ്കിലും അവരുടെ ഗെയിമിനെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയാൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സിന് ഹെഡ് വെയിറ്റ് ഉള്ള റാക്കറ്റും കൂടുതൽ പ്ലേസുകളും അതുപോലെ അധികം അറ്റാക്ക് ചെയ്യാതെ ആവശ്യത്തിന് മാത്രം അറ്റാക്ക് ചെയ്യുന്ന പ്ലേയേഴ്സിന് ഇവന്റ് ബാലൻസുമാണ് നോർമലി സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ചില ആളുകൾ പറയാറുണ്ട് കൈവേദന, അതുപോലെ അവർക്ക് മൂവ്മെന്റിന് പ്രയാസങ്ങൾ, അങ്ങനെയുള്ളവർക്കും ഇവന്റ് ബാലൻസ് റാക്കറ്റ് വെയിറ്റ് കുറഞ്ഞ ഒരു 77 ഗ്രാം വരെ വെയിറ്റ് ഉള്ള റാക്കറ്റുകളാണ് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ നമ്മൾ സജസ്റ്റ് ചെയ്താൽ പോലും ഏറ്റവും ബെറ്റർ ഐഡിയ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ കളിക്കുന്ന പ്ലേയേഴ്സിന് ഒരുപക്ഷെ വെയിറ്റ് കുറഞ്ഞ റാക്കറ്റുകളിൽ കളിക്കുന്നവർ കാണാം, ഹെഡ് വെയിറ്റ് കൂടിയ റാക്കറ്റുകളിൽ വെയിറ്റ് കൂടിയ റാക്കറ്റുകളൊക്കെ കളിക്കുന്നവർ കാണാം. അങ്ങനെ ഒരു റാക്കറ്റ് മേടിച്ച് നിങ്ങൾ കളിച്ച് 1-2 ദിവസം അതുമായിട്ട് നിങ്ങളുടെ ഗെയിം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ആ ഐഡിയ ഉപയോഗിച്ച് ഒരു സജക്ഷൻ ആണെങ്കിൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് അത്യാവശ്യം സ്മാഷ് ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സിന് 82 to 82 ഗ്രാമിൽ അത്യാവശ്യം ഹെഡ് വെയിറ്റ് ഉള്ള റാക്കറ്റ് ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്മാഷ് കുറച്ചും കൂടെ പവർഫുൾ ആയിരിക്കും. അതുപോലെ കൈവേദനയും കാര്യങ്ങളും കൺട്രോൾ ഗെയിമാണ്, കൂടുതലും ഡിഫൻസും അതുപോലെ പ്ലേസ് കിട്ടാൻ കളിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് ഇവന്റ് ബാലൻസ് ആയിട്ടുള്ള വെയിറ്റ് കുറഞ്ഞ റാക്കറ്റ് ആയിരിക്കും. അങ്ങനെ ചെറിയ സജഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ.